നമസ്കാരം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹെൽത്ത് പ്ലസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഹെൽത്ത് പ്ലസിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ സനോജ് ആൻഡ് ജോർജാണ്. തിരുവല്ലയിലെ പ്രശസ്തമായ സുഹൃതം നാച്ചുറോപ്പതി ആൻഡ് ബ്യൂട്ടി നെസ്സിലെ ചീഫ് കൺസൾട്ടന്റായ ഡോക്ടർ സനോജിനെ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഡോക്ടർ, ഇന്ന് നമ്മൾ ധാരാളമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നാച്ചുറോപ്പതി അഥവാ പ്രകൃതി ചികിത്സാ രംഗത്ത് ധാരാളം പുരോഗതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ ആളുകൾ ഈ ഒരു സെക്ടറിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രകൃതിദത്തമായിട്ടുള്ള ഒരു മേഖല അഥവാ ആരോഗ്യ സൗഖ്യത്തിന് ഉതകുന്ന ഒരു മേഖല എന്നുള്ളതുകൊണ്ടായിരിക്കാം അതിലേക്ക് കൂടുതലായിട്ട് വരുന്നത്. അതിൽ തന്നെ നമ്മുടെ ബ്യൂട്ടി കെയർ ആ ഒരു രീതിയിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ കുറച്ച് പേര് ഡോക്ടറടക്കമുള്ള വളരെ അപൂർവം പേര് അതിലുള്ളെന്ന് തോന്നുന്നു. അപ്പോൾ എന്തൊക്കെ ചികിത്സകളാണ് സാധാരണ നമ്മൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പം ബ്യൂട്ടി കെയറിന് നമ്മൾ പ്രകൃതി ചികിത്സ സൗന്ദര്യ സംരക്ഷണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം മുടി ഒഴിച്ചില്, താരന്, പിന്നെ മുഖത്തെ പാടുകൾ, പിന്നെ അതുപോലെ ഇപ്പം മാനിക്യൂർ പെഡിക്യൂർ എന്ന് പറയുമ്പോൾ അത് പച്ചമരുന്ന് കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. മൊത്തം ഈ പച്ചമരുന്ന് മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സാ രീതിയാണ് അല്ലേ? പച്ചമരുന്ന് എന്ന് പറയുമ്പോൾ ഇപ്പം ഫ്രഷ് ആയിട്ടാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ചെടി, അതായത് ഇപ്പം വേപ്പില നമ്മൾ എടുത്താൽ ആ വേപ്പില അതോടെ റൂട്ട്, സ്റ്റെമ്മ്, കായ്, സീഡ്സ്, അപ്പൊ ഇത് മൊത്തം പച്ചക്കായിട്ട് അരക്കുക. അങ്ങനെ അരച്ചാൽ അല്ലാതെ ഉണക്കിയോ ഒന്നുമല്ല, ഫ്രഷ് ആയിട്ട്. ആയുർവേദത്തിൽ നമ്മൾ പലപ്പോഴും കാണാറുള്ളത് കൂടുതൽ ഉണങ്ങിയ. അതെ. അപ്പൊ അതുകൊണ്ട് ആ ഫ്രഷ് ആയിട്ടുള്ള, അതായത് 52 കൂട്ടം 42 കൂട്ടം, അപ്പൊ അതാണ് നമ്മൾ അരച്ച് അന്നേരം ഇമ്മീഡിയറ്റ്ലി പേഷ്യൻസിന്റെ മുഖത്ത് അല്ലെങ്കിൽ തലയിലാണ് തലയിൽ എവിടെയാണെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യുക. അങ്ങനെയാണ് അതിന്റെ നമ്മളിപ്പോ പൊക്കൊണ്ടിരിക്കുന്നത് ആ ട്രീറ്റ്മെന്റ്. ഡോക്ടർ, എന്തുകൊണ്ടാണ് ഈ ഒരു ബ്യൂട്ടി കെയർ എന്നുള്ള കൺസെപ്റ്റിലേക്ക് മാത്രമായിട്ട് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്? നേരത്തെ എല്ലാവിധ ചികിത്സയും ചെയ്തുകൊണ്ടിരുന്ന ആണോ? ഇപ്പോഴും എല്ലാ ചികിത്സയും ഉണ്ട്. പക്ഷെ പ്രകൃതി പഠിച്ചിലെ സൗന്ദര്യ സംരക്ഷണം ഇപ്പൊ അത് ആരും ഇറക്കാത്തതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് നമ്മൾ അതെ. അപ്പൊ ഞാനത് തന്നെത്താനെ നമ്മൾ അത് പഠിച്ചെടുത്ത് ഓരോന്ന് നമ്മൾ തന്നെ നോക്കും. ഓരോ ഡിസീസിന് എങ്ങനെയാണ് മുടി ഒഴിച്ചിലാണെങ്കിൽ അത് നമ്മൾ ആദ്യം ട്രൈ ചെയ്ത് ഒരു വർഷങ്ങളായിട്ട് ട്രൈ ചെയ്ത 10-16 വർഷം ആയി ട്രൈ ചെയ്ത ശേഷമാണ് നമ്മളത് പേഷ്യൻസിനെ അപ്ലൈ ചെയ്തത്. എങ്ങനെയാണ് പേഷ്യൻസിന്റെ സമീപനം? കൂടുതലായിട്ട് ആളുകൾ ഇതിൽ താല്പര്യം കാണിക്കുന്നുണ്ട്. നമ്മള് സാധാരണയായിട്ട് പറയാനുള്ള കെമിക്കൽസ് ഒന്നും ഇല്ല എന്നൊരു അഡ്വാൻറ്റേജ് നമുക്ക് ഇതിന് പറയാൻ പറ്റും. അതെ. അപ്പൊ അതെന്ന് പറയുമ്പോ ഇപ്പൊ സാധാരണ ഇപ്പൊ ബ്യൂട്ടി പാർലറാണെങ്കിലും ഇപ്പൊ ഹെർബൽ എന്ന് യൂസ് ചെയ്താണ് ഇപ്പൊ എല്ലാവരും ചെയ്യുന്നത്. പക്ഷെ ഹെർബൽ എന്ന് യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു പൗഡർ ആണെങ്കിലും അത് എന്തെങ്കിലും അവര് ചെയ്യാൻ ഒരു കെമിക്കൽസ് അപ്പൊ ഇത് നമ്മൾ ഫ്രഷ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ അന്നേരം തന്നെ റിസൾട്ട് ആണ്. എങ്ങനെയാണ് ഇതിന്റെ മെത്തേഡ്? നമ്മളിപ്പോ ഇന്ന് തന്നെ ഉണ്ടാക്കുന്ന ഇന്ന് തന്നെ ഉപയോഗിക്കേണ്ടി വരുമോ? ഇന്ന് തന്നെ ഉപയോഗിക്കുക. അതിനൊരു തിയറി ഉണ്ട്. അതായത് ഇപ്പം രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കുക. അപ്പൊ അത് ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് വളരെ വിശുദ്ധിയായിട്ട് ഇമ്പോർട്ടന്റ് ആയിരുന്നു. അപ്പൊ വിശുദ്ധിയായിട്ട് ആ മരുന്നുകൾ എടുക്കുമ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള രീതി തന്നെ അതെ. അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ച് കുളിച്ച് അതെ സപ്പോർട്ട് ചെയ്യാൻ തന്നെയല്ല. പീരീഡ് ടൈമിലാണ് നമുക്ക് എടുക്കാൻ ഒക്കത്തില്ല ചില മെഡിസിൻസ് ഒക്കെ. അപ്പൊ അതെ. അപ്പൊ ആ സമയത്ത് നമ്മൾ വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക ചെയ്യുന്നത്. അവരെ കൊണ്ടായിരിക്കും ചെയ്യിക്കുന്നത്. അതല്ലാതെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ ശുദ്ധമായിട്ട് രീതിയിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ രാവിലെ എണീറ്റ് കുളിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് ഓരോന്ന് അരച്ച് ഓരോന്ന് എടുത്ത് നമ്മൾ മൺചട്ടിയിൽ അതിൽ വെക്കും. കാരണം മൺചട്ടി എന്ന് പറയുമ്പോൾ അതെ പ്രകൃതിദത്തമായിട്ടൊരു കാര്യമാണ്. അത് തന്നെയല്ല അത് ഐസ് കൂളിംഗ് കൂടിയാണ്.
ഓ, അത് നാച്ചുറൽ കൂളിംഗ് ആണല്ലോ, നമ്മള് സ്വാഭാവികമായിട്ടുള്ള തണുപ്പ് അതിനകത്തുണ്ട്. അപ്പൊ അത് മൺചട്ടി വെച്ച് നമ്മൾ അടച്ച് നല്ല നീറ്റായിട്ട് വെച്ച ശേഷം അപ്പൊ പേഷ്യൻസ് നമ്മളെ വിളിച്ച് ബുക്ക് ചെയ്യും നേരത്തെ തന്നെ. ഇപ്പൊ മുടികൊഴിച്ചിലാണെങ്കിൽ ഡോക്ടറെ മുടികൊഴിച്ചിലുണ്ട്, അപ്പൊ നമ്മൾ അതനുസരിച്ച് പേഷ്യൻസിന്റെ എത്ര പേര്, ഇപ്പൊ ഒരു 10 പേര് വരികയാണെങ്കിൽ 10 പേർക്ക് വേണ്ടി മാത്രമേ നമ്മൾ അരയ്ക്കത്തുള്ളൂ. ഇപ്പൊ ഫേഷ്യലിന് വരാനുള്ളവരും മുടികൊഴിച്ചിൽ ആളുകളും വരുന്നതും കഷണ്ടിയിൽ ട്രീറ്റ്മെന്റ് വരുന്നതും ഒക്കെ വരുമ്പോൾ ഇതിനകത്തുള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഇത് പച്ചമരുന്നായതുകൊണ്ട് ഇപ്പൊ ഫേഷ്യലൊക്കെ ആണെങ്കിൽ 2-3 പാക്ക് ആയിടുന്നത് മുഖത്ത്. അപ്പൊ ഒരു 5 പേരെ ഒന്നിച്ച് വിളിച്ചിട്ട് അങ്ങനെ ആയിരിക്കും. അപ്പൊ അതായിരിക്കും ഇച്ചിരി കൂടി എളുപ്പം പേഷ്യൻസിനാണെങ്കിലും, അല്ലെ നമുക്ക് കെയർ ചെയ്യാൻ ഒക്കത്തില്ല. ഏറ്റവും അവർക്ക് കിട്ടുന്നതും ഏറ്റവും നല്ല ശുദ്ധവും നല്ലതുമായിട്ടുള്ള. പിന്നെ മറ്റൊരു ചോദ്യം ഡോക്ടർ, നമ്മൾ ഇതിന്റെ അവൈലബിലിറ്റിയാണ്. സാധാരണ നമ്മൾ പച്ചമരുന്നുകളുടെ ദൗർലഭ്യം ധാരാളമായിട്ട് നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. പലപ്പോഴും നമ്മളെ വീട്ടുമുറ്റത്ത് ഉണ്ടായിരുന്ന പല പച്ചമരുന്നുകളും ഇന്ന് നമുക്ക് കാണാനില്ല. എല്ലായിടത്തും വീടായി, സിമെന്റ് ഇട്ട തറയെ, അങ്ങനെയൊക്കെ. അപ്പൊ ഈ ഒരു അവൈലബിലിറ്റി എങ്ങനെ ഉറപ്പുവരുത്തുന്നു ഡോക്ടർ? ഇത് ശരിക്കും പച്ചമരുന്ന് സാധാരണ ഇപ്പൊ കിട്ടുന്നില്ല. അത് മിറ്റത്താണെങ്കിൽ പോലും നമ്മളിപ്പോ എന്റെ കൊച്ചിലാണെങ്കിൽ മാറിപ്പോയി. അപ്പൊ ഇന്നാണ് അത് ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോ ഇതിനെ തേടി ഇപ്പൊ കൃഷി ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഉണ്ട് കമ്പം, തേനി, വയനാടൊക്കെ ഒരു കൃഷി ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവരുടെ നമ്മള് മേടിക്കുക ചെയ്യുന്നത്. അപ്പൊ മേടിക്കുമ്പോൾ എന്ന് വെച്ചാൽ നല്ല ചെലവാണ് ശരിക്കും പറഞ്ഞാൽ, കോസ്റ്റ്ലിയാണ് ശരിക്കും, ഫ്രഷ് ആയിട്ടായോണ്ട്. അതേസമയം ഉണങ്ങിയൊക്കെ നമ്മളാണെങ്കിൽ നമുക്കിപ്പം പച്ചമരുന്ന് കടയിൽ പോയി അതെ അപ്പൊ അതുകൊണ്ട് ഫ്രഷ് ആയിട്ടായതുകൊണ്ട് അത് കിട്ടാൻ പ്രയാസമാണ്. പിന്നെ അതുപോലെ ഈ എണ്ണയ്ക്കൊക്കെ നമ്മളിപ്പോൾ മുടിക്ക് നമ്മൾ പച്ചമരുന്ന് ഇടുന്നുവെങ്കിലും അതിന്റെ കൂടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. അതായത് ഇപ്പൊ മുടി ഒഴിച്ചിലിന് ആദ്യം നമ്മൾ തിയറി എങ്ങനെയാന്ന് വെച്ചാൽ, ആദ്യം എണ്ണ ഒരു 52 കൂട്ടമുള്ള എണ്ണ അത് നമ്മൾ കാച്ചിയെടുത്ത ശേഷം ആ എണ്ണയാണ് അപ്ലൈ ചെയ്യുന്നത് തലയിൽ. അപ്പൊ അത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നല്ലതായിട്ട് മസാജ് ഒക്കെ കൊടുത്ത ശേഷം ബ്ലഡ് സർക്കുലേഷൻസ് ഒക്കെ നല്ല മൂവ്മെന്റ്സ് ഒക്കെ കിട്ടിയ ശേഷം നമ്മൾ 54 കൂട്ടമുള്ള പച്ചമരുന്ന് തലയിൽ റൂട്ട്സിലിടും. റൂട്ട്സിൽ ഐഡന്റി എത്ര സമയം വരെ തലയിൽ നിലനിർത്തേണ്ടി വരും? 1 മണിക്കൂർ നിൽക്കണം. അപ്പം ഏകദേശം ഇത് ഒരു 15 മിനിറ്റ് നമ്മൾ മസാജ് എണ്ണ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ പച്ചമരുന്ന് റൂട്ടിൽ ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്ത ശേഷം ഒരു 40 മിനിറ്റ് കഴിയുമ്പോൾ വേറെ പച്ചമരുന്ന്, ഈ ചിലർക്ക് തല ഭയങ്കര ചൂടാകുന്ന അവസ്ഥയുണ്ട്. അപ്പൊ നമുക്കറിയാം പോയിന്റ് ശരിക്കും, അതെ പോയിന്റ് നോക്കുമ്പോൾ അറിയാം. അപ്പൊ ആ പോയിന്റിൽ ഈ 40 മിനിറ്റ് കഴിഞ്ഞ ശേഷം വേറൊരു പച്ചമരുന്ന് അതും കൂടി ഇട്ട ശേഷമാണ് ആ മരുന്നിട്ടാണ് തല കഴുകുന്നത്. അപ്പൊ തല കഴുകി കഴിയുമ്പോൾ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, തല കഴുകി തോർത്തിയ ശേഷം മുടി നല്ലതായിട്ട് സോഫ്റ്റ് ആവും. ഇപ്പൊ മുടി ഹാർഡൊക്കെ ഉള്ളവരെ എന്റെ അടുത്ത് വരുന്നവരൊക്കെ ഉണ്ട്, പെട്ടെന്ന് സോഫ്റ്റ് ആവും. അതുപോലെ 1 അവർ മാറ്റത്തില്ല. അപ്പൊ ഈ 1 അവർ കഴിഞ്ഞ ശേഷം മുടി സോഫ്റ്റ് ആവുകയും അത് തന്നെയുമല്ല മുടി നല്ലതായിട്ട് മുടി കൊഴിച്ചിൽ അന്നേരം നിൽക്കും. അത് വളരെ ഇമ്പോർട്ടന്റ്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ അവര് തന്നെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ മുഖം നല്ലതായിട്ട് വെളുക്കും. അപ്പൊ ചിലർ ഒത്തിരി പേര് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യന്, എങ്ങനെയാ ഡോക്ടറെ തലയിൽ മരുന്നിട്ടിട്ട് മുഖം വെളുക്കുന്നത്? ഈ ഒരു ക്വസ്റ്റ്യൻ സ്വാഭാവികമായിട്ട് വരുന്നതാണ്. കാരണം ഫേഷ്യൽ ചെയ്യുന്നതിനെക്കാട്ടിലും വെളുക്കും. ഇപ്പൊ കണ്ണിലൊക്കെ കറുത്ത പാടുകളുണ്ട്, അത് വരെ മാറിക്കിട്ടും ഈ തലയിൽ ഇടുന്നത്. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല്, ഈ തലയോട്ടിയിൽ അതായത് സ്കള്ളില് നമുക്ക് ഓരോ ഹോൾസ് ഉണ്ട്, സുഷിരങ്ങൾ. അതെ. അപ്പൊ അത് ഓരോന്ന് നമ്മുടെ തലയിൽ പിടിച്ച് ബ്ലഡ് സർക്കുലേഷനും നമുക്ക് ഇപ്പം BP വരെ അതിനകത്ത് കുറയുന്നുണ്ട് ഇതിട്ടിട്ട്. അങ്ങനെയുണ്ട്. അപ്പൊ പച്ചമരുന്നിന്റെ ഒരു ഗുണം നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു തലത്തിൽ പോലും റിസൾട്ട് തരാൻ സാധ്യതയില്ല. പിന്നെ അതുപോലെ ടെൻഷൻ, ഈ 1 മണിക്കൂറിനകം വന്ന ഭാരം വിട്ടുപോകുന്നവർ ഒത്തിരി പേരുണ്ട്. അന്ന് അവര് തന്നെ പറയും, ഇത് ഞങ്ങൾക്ക് ഇപ്പൊ ഒരു നല്ല കുളിർമ ഉണ്ട് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയും. സാധാരണ മുടി കൊഴിച്ചിലാണോ കൂടുതലായിട്ട് ആളുകൾ? അല്ല, ഇപ്പൊ മുടി കൊഴിച്ചിൽ ആളുകൾക്ക് ഇത് അറിയത്തില്ല, അതൊരു മെയിൻ കാര്യമാണ്. അപ്പം ഇത് അനുഭവിച്ചു കഴിയുമ്പോൾ തന്നെത്താൻ അവര് തന്നെ പേഷ്യൻസിനെ, ഇപ്പൊ അവരുടെ കസിൻസ് തന്നെ വരും ഒത്തിരി പേര്, അങ്ങനെ പലരെ കൊണ്ടുവരും. പിന്നെ ഇപ്പൊ ഫേഷ്യൽ, ഇപ്പൊ സിനിമാക്കാർ വരെ ഇപ്പൊ ഫേഷ്യൽ നമ്മൾ ചെയ്യുന്നുണ്ട്.
അപ്പൊ അത് ഇപ്പൊ ഒന്നെടുത്തു കഴിയുമ്പോൾ തന്നെ അന്നൊരു റിസൾട്ട്. മറ്റേ സാധാരണ ഒരു ബ്യൂട്ടി പാർലർ പറയുമ്പോൾ 3 days എടുക്കും അതൊന്ന് ഫേഷ്യൽ ചെയ്തിട്ട് 3 days ആണ്. ഇതല്ല, ഒറ്റ മണിക്കൂറിന്റെ റിസൾട്ട് നമുക്ക്. ഒന്നും വേണ്ട, ഈ 15-20 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ തുടങ്ങി വ്യത്യാസം. അതായത് നമ്മളൊരു മസാജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഫീൽ ചെയ്യുന്നുണ്ട്, അവർക്ക് കാണുന്നവർക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നല്ല ക്ലിയർനെസ് ആയിട്ട്, അതായത് ഇപ്പൊ പാടുകളൊക്കെ ആണെങ്കിൽ ഒന്നും വേണ്ട, മോക്കുരു, പിമ്പിൾസ് 2 തരമുണ്ട് നമ്മൾ എടുത്തു വരുമ്പോ. ഒന്ന് ചെറിയ പിമ്പിൾസ് ഉണ്ട്, പിന്നെ വേറൊരെണ്ണം എന്ന് പറയുന്നത് ഹാർഡ്, ഇച്ചിരി വലിയ പിമ്പിൾസ് ആണ്. പിമ്പിൾസിന് സാധാരണ നല്ല മോക്കുരുവിന് നല്ല റിസൾട്ടാണ്. ഇടയ്ക്കൊന്നും ചോദിച്ചോളൂ ഡോക്ടറെ, നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മള് മുടി കൊഴിച്ചിലിനെ പറ്റിയിട്ടാണ്. അതിന് വളരെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. സാധാരണ മുടി കൊഴിച്ചിലിന് പ്രധാനമായിട്ട് കാരണങ്ങൾ എന്താണെന്ന് സൂചിപ്പിക്കാവും? നമ്മുടെ ഈ ഇന്നത്തെ ഒരുപാട് ആളുകൾ അത് പ്രതീക്ഷിക്കുന്നുണ്ടാവും പ്രോഗ്രാം കാണുമ്പോൾ. എന്ത് ശ്രദ്ധിച്ചാലാണ് നമുക്കത്? മുടി കൊഴിച്ചിലിന്റെ ഏറ്റവും പ്രധാനമായിട്ടൊരു കാരണം എന്ന് പറയുന്നത് ഇന്നത്തെ ലൈഫ് സ്റ്റൈല് വ്യത്യാസമുണ്ട്. അതായത് 2 നേരം കുളിക്കണം, അത് ഇമ്പോർട്ടന്റ്. ഒരുപക്ഷെ മലയാളിക്ക് മുമ്പുണ്ടായിരുന്ന ഒരു സ്വഭാവമായിരുന്നു, ഇടയ്ക്ക് എപ്പോഴും വെച്ചിട്ട് നമുക്ക് നഷ്ടപ്പെട്ടു. അതെ. അത് തന്നെയല്ല, 2 നേരം കുളിക്കുക എന്ന് പറയുമ്പോൾ തല നനച്ച് ദേഹവും കൂടി നനയ്ക്കണം. അല്ലാതെ സ്ത്രീകളൊക്കെ ചെയ്യുന്നത് രാവിലെ കുളിച്ചിട്ട് വൈകിട്ട് ദേഹം മാത്രം കഴുകും എന്നാണ്. അത് തെറ്റാണ്. എന്നുവെച്ചാല് ദേഹത്തെ ചൂട് തലയിൽ കയറും. അതിന് തല കഴുകി ദേഹവും കൂടി കഴുകാൻ പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ്. പിന്നെ പലപ്പോഴും നമുക്ക് കിട്ടുന്ന വെള്ളത്തിന്റെ ഒരു പ്രശ്നം കൂടി ഉണ്ടാവും. ഇപ്പം ചിലര് ചോദിക്കും, കിണറില്ലാത്ത ഭവനങ്ങളുണ്ട്, അപ്പൊ അവര് ആശ്രയിക്കുന്നത് ഇപ്പൊ ഈ വാട്ടറാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ അവരോട് പ്രത്യേകം പറയും വെള്ളം പിടിച്ചു വെക്കാൻ. പിടിച്ചു വെച്ച്, അതായത് രാവിലെ തന്നെ പിടിച്ചു വെച്ചാൽ വൈകിട്ടത്തെ കുളിക്കാൻ പറ്റും. അപ്പൊ അത്രയേറെ അടിയിലത്തെ ഇതെടുക്കരുത്, വെള്ളം ഒഴിച്ചു വരും, മേളിലുള്ള വെള്ളം എടുത്ത് യൂസ് ചെയ്യാൻ പറയും. അത് നല്ല റിസൾട്ട് ഉണ്ട് അതിന്. അതെ, വെള്ളത്തിന്റെ ഒരു കാരണം. പിന്നെ പ്രധാനമായിട്ടുള്ള ഡാൻഡ്രഫ്, അതായത് താരൻ തീർച്ചയായിട്ടും. താരനാണെങ്കിൽ 2 ടൈപ്പ് ഉണ്ട്. പൊടിത്താരനുണ്ട്, വലിയ താരനുണ്ട്. അപ്പൊ ആളുകൾ ധരിച്ചു വെച്ചേക്കുന്നത് ഇപ്പം തലയിൽ ചൊറിഞ്ഞു കഴിഞ്ഞാൽ പൊടിയായിട്ടുള്ളത് ശ്രദ്ധിക്കത്തില്ല. എന്റെ തലയിലില്ല എന്നിങ്ങനെ പറയും. പക്ഷെ അന്നേരമാണ് നമ്മൾ ശ്രദ്ധിക്കും, താരനെ ശ്രദ്ധിക്കുമ്പോൾ അവഗണിക്കുന്നത് അപ്പൊ ഈ പൊടിത്താരന് വന്നാൽ വളരെ ഡേഞ്ചറസ്. അപ്പൊ അത് ശരിക്കും ഒരു വ്യക്തിക്ക് ഒരു വീട്ടിൽ താരം വന്നാൽ തീർച്ചയായിട്ടും ഇപ്പൊ ഭാര്യ ഭർത്താവ് ബന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഭാര്യയ്ക്ക് വന്നാൽ ഭർത്താവിന് വന്നിരിക്കും. അങ്ങനെയുണ്ട്. അതുകൊണ്ട് കഴിച്ച് ശരിക്കും ഇതിനകത്തൊരു വലിയ പ്രധാനമായിട്ടൊരു കാര്യം, നമ്മള് നല്ലതായിട്ട്, അതായത് ശുദ്ധമായിട്ട്, അതായത് 2 നേരം കുളിക്കുകയും അമിത ചൂട് വരാതെ സൂക്ഷിക്കണം. പിന്നെ വിറ്റാമിൻസ് ശരീരത്തിലെ മെയിനായിട്ടുള്ളത് ഇപ്പൊ അയൺസ്, പ്രോട്ടീൻസ്, ഇതൊക്കെ ശരിക്കും അത് വെജിറ്റബിൾ തന്നെ കഴിക്കണം. അതായത് 1 നേരം ചീര കൂട്ടണം, ഇലവർഗ്ഗങ്ങൾ 1 നേരം ഉൾപ്പെടുത്തണം. അപ്പൊ അതിനെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇന്നിപ്പോ ചുമന്ന ചീരയാണെങ്കിൽ നാളെ പച്ച ചീര എടുക്കുക, അതിന്റെ പിറ്റേ ദിവസം പാലക്കിന്റെ ചീര ഇടുക. അപ്പൊ അതൊരു നമുക്കൊരു മടുപ്പ് തോന്നത്തില്ല. എടുക്കുക. പിന്നെ അവിയൽ ദിവസം കൂട്ടുന്നത് നല്ലത്, അത് എല്ലാം അതിനകത്ത് ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ദിവസം കൂട്ടാൻ പറയുന്നത്. പിന്നെ അതുപോലെ സലാഡ്, നമ്മളത് പച്ചക്കറി സലാഡ് വേവിക്കാത്ത കഴിക്കണം, അത് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ക്യാരറ്റ് നല്ലതായിട്ട് കഴിക്കണം, ബീട്രൂട്ട്. അപ്പൊ ഈ ഒരു ചേഞ്ച് തന്നെ നമ്മളിപ്പോ ഒരു മാംസാഹാരമായിട്ടുള്ള ഒരു രീതിയിൽ നിന്ന് ഉടനെ പച്ചക്കറി കഴിക്കുന്ന രീതിയിലേക്ക് മാറുമ്പോൾ തന്നെ താരൻ ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യും, കുറയും. പക്ഷെ അതിപ്പോ ട്രീറ്റ്മെന്റ് എടുത്ത ശേഷം നോക്കുള്ളൂ. കാരണം വൺസ് ഇറ്റ് ഈസ് താരൻ വീണ് കഴിഞ്ഞാൽ അത് ട്രീറ്റ്മെന്റ് എടുക്കാതെ പോകത്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കൺട്രോളിൽ വരുമ്പോൾ നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്ങനെ കുളിക്കണം, എങ്ങനെ രീതി വേണം. അപ്പൊ തന്നെ അത് ക്യൂറായി മൊത്തമായിട്ട് പോകുന്നുണ്ട്, റൂട്ട് ഔട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇല്ല അത് ആ ഒരു കൺസെപ്റ്റ് തെറ്റാണ്. പക്ഷെ നമ്മുടെ ക്ലിനിക്ക് വരുമ്പോൾ 1 മണിക്കൂർ കഴിയുമ്പോഴേ തന്നെ താരൻ ഇളകി പോകുന്ന അവസ്ഥ കാണുന്നുണ്ട്.
അപ്പൊ തന്നെ അവർക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ സാധാരണ എത്ര സിറ്റിംഗ് വേണ്ടി വരും? ഇത് ആഴ്ചയിൽ 1 വെച്ച് 4 പ്രാവശ്യം ചെയ്യണം. 4 പാക്കിംഗ് ആണോ? അതെ അതെ, 4 പാക്കിംഗ്. അത് കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത മാസം 2 പ്രാവശ്യം, അതിന്റെ അടുത്ത മാസം 1 പ്രാവശ്യം. ഇതാണ്. പക്ഷെ ഏതാണ്ട് ഒരു 6-7 സെറ്റിംഗിൽ അല്ല, ഇത് ഞാൻ മുടി ഒഴിച്ചിലും താരനും എല്ലാം കൂടി ചേർത്ത് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞതാണ്, അതായത് കഷണ്ടിയും കൂടി ചേർത്ത് പറഞ്ഞതാണ്.